മോഷണം തെറ്റ് തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും ഇല്ലണം ശരിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും എന്തുകൊണ്ടായിരിക്കും അവർ മോഷിച്ചിട്ടുണ്ടാവുക? അവരുടെ സാഹചര്യം എന്താണെന്നോ എനിക്കോ നിങ്ങൾക്കോ അറിയത്തില്ല. ചില ഗതികേട് കൊണ്ട് അവർ ചിലപ്പം അവർ എടുക്കേണ്ടി വരാം. അവർക്ക് അവരുടെ വീട്ടിന്റെ അവസ്ഥ എന്താണ്, അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നോ എനിക്കോ നിങ്ങൾക്കോ അറിയത്തില്ല. ഇന്നത്തെ ആഹാരത്തിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ കാണുന്ന പോലെ ഒരു അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് പറയുന്ന കുറച്ച് വെജിറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, സ്പൂണ് കാര്യങ്ങളൊക്കെ എടുത്ത് അത് എടുത്ത തെറ്റ് തന്നെയാണ്, ഞാൻ ഒരിക്കലും ഇല്ലെന്ന് പറയാം. പക്ഷെ ഒരാളുടെ ഗതികേട് എന്താണെന്ന്, ഒരാളുടെ വീട്ടിന്റെ അവസ്ഥ എന്താണെന്ന് അത് അവർക്ക് മാത്രമേ അറിയാവൂ. മനസ്സിലായില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോ, നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾ ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യും. വേവിക്കാൻ ഫുഡില്ല, കാശില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ചെയ്തു പോകും മനുഷ്യന്മാർ. അപ്പോൾ ഒരു വീട്ടിലൊരു ജോലിക്ക് നിന്ന ഒരു ആൻറ്റി വീട്ടിന്റെ ഉടമസ്ഥൻ അറിയാതെ കുറച്ച് വെജിറ്റബിളും കുറച്ച് സ്പൂണും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. മനസ്സിലായില്ലേ? അതാണ് ഈ വീഡിയോയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. വെജിറ്റബിളിന് എത്ര വില ഉണ്ടാവും ഇല്ലേ? അപ്പോൾ അവിടെ ഗതികേട് എന്താണെന്ന് നമുക്കത് അറിയത്തില്ല. മനസ്സിലായില്ലേ? ഇതുപോലെ ഒരുപാട് അനേകമുള്ള ആൾക്കാരുണ്ട് പട്ടിണി കിടക്കി. ഇന്ന് നമ്മൾ ഒരുപാട് ചുറ്റുമുട്ട് നമ്മളൊക്കെ നമ്മൾ ആലോചിക്കും, നമുക്ക് അതില്ലല്ലോ, നമുക്ക് ഇതില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഈ ഫാമിലിയെ കുറിച്ച് ഒരിക്കലും പറയത്തില്ല. അവർ അത്രമാത്രം ചിന്തിച്ചുള്ളൂ, അവരെ സാധനം എടുത്തിട്ട് പോകുന്നു എന്ന് മാത്രമേ അവർ ചിന്തിച്ചുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അവിടെ സിറ്റുവേഷൻ എന്താണ്, ചുറ്റുപാട് എന്താണ്, അപ്പം ഈ ആൻറ്റിയുടെ ചുറ്റുപാട് എന്താണ് നമുക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ? വീട്ടു ജോലിക്ക് വരുന്ന ഒരു ആൻറ്റി ആയിക്കോട്ടെ, അല്ല ആരെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ഗതികേട് കൊണ്ടും അവരുടെ അവസ്ഥകൾ കൊണ്ടൊക്കെ ആയിരിക്കും അവർ ഈ ജോലിക്കും ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളത് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അത് കാരണം ഇങ്ങനെ ഇതുകൊണ്ടായിരിക്കും അവിടെ വീട്ടിലെ സിറ്റുവേഷൻ എന്താണ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ സഹായിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അവരൊരു എന്താ പറയുക, ഒരു മോഷ്ടാവാണ് എന്നുള്ള തരത്തിലേക്ക് ഒരു ആരോപണം വേണ്ട. മനസ്സിലായില്ലേ? സാഹചര്യം എന്താണ് ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അവർ ഈ പാലും അല്ലെങ്കിൽ വെജിറ്റബിളും കൊണ്ടുപോകുന്നത് ഒരിക്കലും കൊണ്ട് മറച്ചു വിൽക്കാനാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഈ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ അവരവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ അവരുടെ വീട്ടിലെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടോ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ നമുക്കതിനെ ഒരിക്കലും ഒരു കുറ്റം പറയാനോ എനിക്കത് സാധിക്കത്തില്ല പേഴ്സണലായിട്ട്. നിങ്ങൾക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സാധിക്കുമോ എങ്കിൽ നിങ്ങൾ അതിനുള്ള മറുപടി നിങ്ങളത് പറയുക കമൻറ്റിലൂടെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പുറത്ത് വിടുമ്പോൾ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ആരാണ് ജോലിക്ക് വന്നത് അവരെക്കുറിച്ച് അന്വേഷിക്കും. അപ്പം അവർ വീടിൻ്റെ പരിസരത്തൊക്കെ അറിയുമ്പോൾ അവരെ ഒരു മോഷ്ടാവായിട്ട് മാത്രം ചിത്രീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ അവരെ എടുത്തത് ഇന്നത് കാരണം കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് സമൂഹം എന്ന് പറയുന്നത് ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വളഞ്ഞിട്ട് അവർ ആക്രമിക്കും. മനസ്സിലായോ? അല്ലെ അവരുടെ സാഹചര്യം എന്തായിരുന്നു, അല്ല എന്തുകൊണ്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക എന്ന് ചിലപ്പം എത്ര ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പം അവിടെ വീടിൻ്റെ പരിസരമുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളവർ ഇവൻ്റെ പരിസരമുള്ള പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ എല്ലാം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു മോശമായിട്ടുള്ള സ്ത്രീയായിട്ട് വരും. മനസ്സിലായില്ലേ? സാഹചര്യങ്ങളും ഗതികേട് കൊണ്ടൊക്കെ ആയിരിക്കാം. മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ സ്വർണ്ണോ അല്ലെങ്കിൽ അവിടെ ഇതൊന്നും എടുത്തിട്ട് പോയില്ലല്ലോ. മനസ്സിലായില്ലേ? അവർ ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റീസൺ ആയിട്ടുള്ള റീസൺ കാണും. മനസ്സിലായില്ലേ? അവിടെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് കാണും, ഒക്കെ കാണും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഈ കണ്ടന്റ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു വിഷയമാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താണെന്ന് നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ്